ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വിജയകരമായി പൂർത്തീകരിക്കുന്നതിന് സർക്കാർ നടത്തിയ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. സർ, നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും നടന്നിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ് സബ്മിറ്റുകളുടെയും അനുഭവങ്ങൾ താരതമ്യം ചെയ്തുകൊണ്ടാണ് 2021 തന്നെ 25-ലാണ് ഇൻവെസ്റ്റ് സമ്മിറ്റ് നടത്തേണ്ടതെന്ന് കണ്ടത്. അതിൻ്റെ ഭാഗമായി നിയമങ്ങൾ, ചട്ടങ്ങൾ ഭേദഗതി വരുത്തി ആവശ്യമായിട്ടുള്ള സംഘടനകളുമായി ആശയവിനിമയം നടത്തി കേരളത്തിൽ 5000-ലധികം വരുന്ന ഇൻവെസ്റ്ററുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി കൊണ്ട് പുതിയ വ്യവസായ നയം ആവിഷ്കരിച്ചു. ആ വ്യവസായ നയം ആവിഷ്കരിക്കുമ്പോഴും ആശയവിനിമയം നടത്തി. പിന്നീട് 48 പ്രിപ്പറേറ്ററി പ്രോഗ്രാംസ്, റൗണ്ട് ടേബിളുകൾ, കോൺക്ലേവ്, അതുപോലെ സെക്ടർ വൈസ് മീറ്റിംഗ്, കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന 1000 കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾ, 500-നും 1000 കോടിക്കും ഇടയിൽ ടേൺ ഓവർ ഉള്ളത്, 100-നും 500 കോടിക്കും ഇടയിൽ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾ, ഇവയുമായിട്ടുള്ള ആശയവിനിമയം നടത്തി. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയതും പുതുതായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതുമായിട്ടുള്ള കമ്പനികളുമായിട്ടുള്ള ആശയവിനിമയം, അങ്ങനെ 48 പരിപാടികൾക്ക് ശേഷമാണ് റോഡ് ഷോയും നടത്തി. ചെന്നൈ, ബാംഗ്ലൂരു, മുംബൈ, ഡൽഹി, ദുബായ് റോഡ് ഷോ, ദാവോസിലും റോഡ് ഷോ പോലെ തന്നെയാണ് നമ്മൾ കണ്ടത്. ഇതുകൂടാതെ മുഖ്യമന്ത്രി പങ്കെടുത്ത് 36 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളുടെ ഒരു ഡിപ്ലോമാറ്റിക് സമ്മിറ്റ് കൂടി ഡൽഹിയിൽ നടത്തുകയുണ്ടായി. ആ പ്രിപ്പറേറ്ററി പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടത്തിയത് കൊണ്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസലുകൾ വന്നു. വളരെ വിജയകരമായി ഇന്ത്യയിൽ തന്നെ നടന്ന ഏറ്റവും മികച്ച ഇൻവെസ്റ്റ് സമ്മിറ്റ് ആണെന്ന് എല്ലാ സംഘടനകളും സാക്ഷ്യപ്പെടുന്ന രൂപത്തിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിൻ്റെ ഭാഗമായി സർക്കാരിന് ലഭിച്ച എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് യഥാസമയത്ത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? യെസ് മിനിസ്റ്റർ. സാർ, നമുക്ക് അവിടെ കിട്ടിയത് സമാപന സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവും ആ സമാപന സമ്മേളനത്തിലുണ്ടായി, പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടന സമ്മേളനത്തിലുണ്ടായി. 1,52,000 കോടി രൂപയുടെ പ്രപ്പോസൽ EOEകളാണ് അവിടെ വന്നത്. അതിനുശേഷം വന്നത് ഉൾപ്പെടെ 1,65,000-ഉം IT കൂടുമ്പോൾ 1,75,000-ഓളം വരുന്ന EOEകൾ സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി CII, FICCI, KSSIA, TAI ഇങ്ങനെയുള്ള സംഘടനകളുമായിട്ട് തുടർ പ്രവർത്തനങ്ങൾ ഇന്നലെ തന്നെ രാത്രി അവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുകയുണ്ടായി. അടുത്തത് 14-ാം തീയതി വിവിധ വകുപ്പ് മന്ത്രിമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗം ചേരുന്നുണ്ട്. ഇപ്പം നമ്മൾ 7 ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്, 7 ടീം രൂപീകരിച്ചിട്ടുണ്ട്, 7 സെക്ടറായി തിരിച്ച് 12 എക്സ്പെർട്ടുകളെ ഇതിൻ്റെ ഏകോപനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലെങ്കിലും ഇൻവെസ്റ്റ് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പദ്ധതിയുടെ കല്ലിടാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്.